എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. ഏട്ടൻ്റെ സ്മെല്ല് ഇതിലുണ്ട് ഇപ്പോഴും, ഏട്ടൻ്റെ സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. പറ്റത്തില്ല, നിങ്ങൾക്കത് മണത്താൽ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. ഷൈൻ ടോം ചാക്കിന്റെ ഒപ്പം ഒരു സിനിമ ഭാവിയിൽ വരുവാണെങ്കിൽ നായികയായിട്ട് അഭിനയിക്കോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടത് രേണു സുധിയുടെ പഴയൊരു വീഡിയോയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇപ്പോൾ എന്താണ് അന്ന് പറഞ്ഞത്, സുധിച്ചേട്ടൻ്റെ മണം എനിക്ക് എപ്പോഴും വേണം, ലൈഫ് ലോങ് എൻ്റെ അടുത്ത് വേണം. ഇപ്പോൾ പറയുന്നത് നിങ്ങളൊക്കെ അത് കേട്ട് കഴിഞ്ഞാൽ, ആ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഓടും എന്നുള്ളത്. അപ്പോൾ ഇവർ എന്തൊക്കെയാണ് പറയുന്നത് ഇവർക്ക് പോലും ഓർമ്മ നിൽക്കുന്നില്ലേ എന്നാണ്. അപ്പോൾ പണ്ട് ആ ഒരു മണം എനിക്ക് മാത്രം വേണം എന്നതായിട്ട്, ഇപ്പോൾ നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ ഓടും എന്ന തരത്തിൽ പറയുമ്പോൾ അത് അങ്ങോട്ട് ഇതാവുന്നില്ല. എന്താ പറയുക, പുള്ളിക്കാരി പറയുന്നത് അതെന്തൊക്കെയോ കൂടി കലർന്ന ഒരു ഇതാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് ഇത് അനുഭവിക്കാൻ പറ്റില്ല. എനിക്ക് മാത്രം അത് ഇതാവാനുള്ള മണമാണ്, എനിക്കും പിള്ളേർക്കും അനുഭവിക്കാനുള്ള മണമാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അത് പക്ഷെ പറയുന്ന രീതി വേറൊരു, അന്ന് നല്ലതായിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ അത് നിങ്ങളൊക്കെ മണത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഓടും, ആ ഒരു തരത്തിലുള്ള രീതിയിലാകുമ്പോൾ പുറത്തോട്ട് വരുന്ന സമയത്ത് ആളുകൾ അത് വേറെ മൈൻഡിലായിരിക്കും, വേറെ ഇതിലായിരിക്കും ആളുകൾ അത് എടുക്കുന്നത്. ഇതിപ്പോൾ ഈ പുള്ളിക്കാരി എന്ത് ഭാവിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ച് ഭാവം കൂടെ ഒന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. അത് സുധിച്ചേട്ടന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുവിനും പിന്നെ എൻ്റെ വീട്ടുകാർക്കും കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ്. അത് അടിച്ചിട്ടേ ഇല്ല. ഇന്ന് ഈ നിമിഷം വരെ ദേഹത്തടിക്കുന്ന പെർഫ്യൂം അല്ല അത്. സുധിച്ചേട്ടനെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മണം വേണം, അത് തുറന്നിട്ടൊന്ന് മണക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം സുധിച്ചേട്ടൻ്റെ സാന്നിധ്യം എവിടെയോ ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ്, അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അത് മണത്താൽ ഇവിടെ നിന്ന് ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. അതായത് സുധിച്ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷർട്ട് ഊരി ഇടത്തില്ലേ, അപ്പം അതിൻ്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിൻ്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചുകൊണ്ട് നടക്കുന്നത്? അത് അടിക്കാൻ പറ്റുന്ന അല്ല. അത് തീർന്നിട്ടും ഇല്ല, അത് അതുപോലെ ഇരിപ്പുണ്ട്. ഈ പുതിയ വീട്ടിലേക്ക് മാറിയ ശേഷം ലക്ഷ്മി വന്നിട്ടുണ്ടോ വീട്ടില്? ഇല്ല, വന്നിട്ടില്ല. അതങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താണ് അവരുടെ സുധീൻ്റെ ആൾക്കാരൊക്കെ വീട്ടുകാരൊക്കെ വരാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നും വരാറില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കിച്ചു ആണെങ്കിലും ഈ പുള്ളിക്കാരുടെ കൂടെയല്ല നിൽക്കുന്നത്, സുധിയുടെ അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പം പുള്ളിക്കാരി പറയുന്നത് കിച്ചുവിന് ഇതൊന്നും അവൻ നോക്കാറില്ല, അവൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള തരത്തിൽ പോകുന്നു, അവർ അവൻ്റേതായിട്ടുള്ളതിൽ പോകുന്നു. അവനൊന്നും അത് അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം ആ ഒരു തരത്തിൽ അമ്മ അഭിനയിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അടുത്ത് മോൻ വന്നു എന്ന് പറഞ്ഞ ഒരു എന്തോ ഇട്ടത് കണ്ടു, ഒരു വീഡിയോ എന്തോ ഇട്ടതായത് കണ്ടു. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അപ്പം അത് ഞാൻ ഏതൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. കിച്ചുവും അതുപോലെ മക്കളെല്ലാവരും കൂടെ ചേർന്നിരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവർ ഇപ്പോൾ ഓരോ സംസാര രീതികളും ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ അഹങ്കാരത്തിൻ്റെ ധ്വനിയുള്ളതുപോലെ തോന്നുന്നു. ഒരു എന്താ പറയുക, ആ പഴയ ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് പഴയ ഓരോ വീഡിയോകൾ, പുള്ളിക്കാരി സുധി മരിച്ച സമയത്തുള്ള വീഡിയോകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പുള്ളിക്കാരി കരഞ്ഞ് പിഴിഞ്ഞ് എല്ലാ ഇതിലും പോയി കരഞ്ഞ് ഓടിപ്പോയി ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആ ഒരു സുധി രേണുവിനെയാണ് കാണാൻ സാധിച്ചത്. ഇപ്പോൾ കരയണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ഇതിലെടുത്ത് നോക്കുന്ന സമയത്ത് ഈ കരയുന്നവരെ വിശ്വസിക്കരുത് എന്ന് പറയും. കരഞ്ഞ് എല്ലാവരുടെയും സഹതാപം പറ്റി സഹായങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം പിന്നെ ഒരു അഹങ്കാരത്തിൻ്റെ ആ ഒരു ഇതായിട്ട് മാറുന്ന ഒരു തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ കരഞ്ഞിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളത് തരണം ചെയ്ത് ജീവിക്കണം, അതൊരു വേറൊരു വശം. നമ്മളങ്ങനെ കരഞ്ഞിരുന്ന് ജീവിതകാലം മുഴുവൻ അങ്ങനെ കരഞ്ഞിരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ചൊക്കെ ഒരു ഇത് വേണം. നമ്മളെല്ലാവരും സഹായം പിടിച്ചു പറ്റി എല്ലാം നമ്മൾ കുറച്ച് ആളായി കഴിഞ്ഞതിന് ശേഷം ആരും വേണ്ട, എന്ത് നെഗറ്റീവായാലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുള്ള രീതിയിലാകുമ്പോൾ നമുക്കെന്തോ അതങ്ങോട്ട് ഒരു ഇതായിട്ട് തോന്നില്ല. എന്തായാലും പുള്ളിക്കാരുടെ കുറച്ച് ഭാഗങ്ങളും കൂടെ, വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. തിരക്കായിരുന്നു. കയർത്താമസത്തിനും അവരെല്ലാം വേറെ ഫംഗ്ഷനിലായിരുന്നു. ഓണത്തിൻ്റെ പ്രോഗ്രാമിലായിരുന്നു എല്ലാവരും. ഏകദേശം ഒരു വർഷം കഴിയാറായല്ലോ. ഇല്ലില്ല, 6 മാസം. ഇതുവരെ തിരക്ക് ആരും വന്നില്ല ഇതുവരെയായിട്ടും. തിരക്കായിരിക്കും.
അല്ല, ഒരു ദിവസം പോലും മാറ്റി വെക്കാൻ പറ്റാത്തതായിട്ടുള്ള അത് ലക്ഷ്മി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം എന്നോടല്ല രേണുസുതി ഒരു അങ്ങനെ ഒരാളല്ലല്ലോ. എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയാനാ, അവര് രേണു തിരക്കായിരിക്കും. എന്തോ? പുതിയ വീടൊക്കെ വെച്ചല്ലേ, ഉം. ആ വീട്ടിലേക്ക് എനിക്ക് ഇന്നൊരു വീട്ടുപകരണം വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താ? അത് വീട്ടിലുണ്ടോ ഇപ്പൊ? അങ്ങനെയൊക്കെ ചോദിച്ചാ എല്ലാം നമുക്ക് ഗിഫ്റ്റ് തന്നതല്ലേ, അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് അല്ല, ഞാൻ പണിയെടുത്തിട്ട് ഇന്ന സാധനമാണ്. അങ്ങനെയോ? ജോലി ചെയ്ത് എല്ലാം ഉണ്ട്, ഏകദേശം ഉണ്ട്. നമുക്ക് അത്യാവശ്യമുള്ളതെല്ലാം ഉണ്ട്. AC ഇല്ല, അത് വാങ്ങിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നും. ചൂടാണ്. നമ്മൾ വന്നപ്പോ കണ്ടായിരുന്നല്ലോ. ഇപ്പൊ AC എന്ന് പറയുന്നത് ലക്ഷറിയുടെ ഭാഗമല്ല, അല്ല, ശരിയാ. അപ്പൊ അത് മേടിക്കണമെന്നുണ്ട്, AC മേടിക്കണമെന്നുണ്ട്. വീഡിയോ എടുത്ത് അതാണ്. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെയും ഉണ്ട്. ലക്ഷറി അല്ല. ഇതിനകത്ത് അഭിനയിക്കുന്നില്ല. വേറെ കാര്യം ചോദിക്കാനുള്ളത്, രേണുസുതി ഇപ്പം താമസിക്കുന്ന വീടും സ്ഥലവും ഇല്ലേ, അതൊരു പള്ളി ഒരു അച്ഛൻ ഗിഫ്റ്റ് ആയിട്ട് തന്നല്ലേ, ഒരു ബിഷപ്പ്. അപ്പൊ ആ ബിഷപ്പിന് ഒരുപാട് സ്ഥലമുണ്ട്, ആ ഒരു ഏരിയയിൽ കുറെ സ്ഥലമുണ്ട്. അതൊക്കെ കുറെ വിറ്റ് പോയി. അപ്പം അത് വിറ്റ് പോകാൻ കാര്യം രേണുസുതിക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. അത് പുള്ളി പരസ്യമായിട്ട് പ്രചരണപ്പെടുത്തി പുള്ളിയുടെ സ്ഥലം ബാക്കി സ്ഥലം അല്ല, സോറി, സുധിച്ചേട്ടന്റെ മക്കൾക്ക്. അത് ഇങ്ങനൊരു ഒരു എന്താ ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു സ്ഥലം തന്നതുകൊണ്ടാണ് പുള്ളിയുടെ മറ്റു സ്ഥലങ്ങൾ വിറ്റുപോയി എന്നൊരു പ്രചാരണമുണ്ട്. അങ്ങനുണ്ടോ? അല്ല, അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് പുള്ളി സെയിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പൊ സുധിച്ചേട്ടന് സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റിംഗ് ചെയ്ത് ഇഷ്ടമുള്ളവരല്ലേ സ്ഥലം മേടിക്കത്തുള്ളൂ. ഇപ്പൊ സുധിച്ചേട്ടൻ അവിടെ സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ അവരാരും വന്ന് മേടിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടോണ്ട് അവര് വില പറഞ്ഞ് മേടിച്ചു. ആ ഒരു സ്ഥലം വർഷങ്ങളായിട്ട് അവിടെ വിൽക്കാതെ കിടക്കുന്ന ഒരു കിടക്കുമായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എപ്പം മുതലാണ് രേണുസുതി അവിടെ താമസിക്കാൻ വന്നത്? മീൻസ് രേണുസുതിക്ക് ആ സ്ഥലം തന്നത് സുധിലയം വെച്ചതിന് ശേഷമാണ് മറ്റ് പോർഷനുകളൊക്കെ വിറ്റുപോയത്. അപ്പൊ ഇതിനെ മാർക്കറ്റ് ചെയ്താന്ന് എല്ലാരും ഒരു എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ ഒരു കൂട്ടർ വന്നപ്പോ അവർക്ക് മനസ്സിലാക്കണം, ആൾക്കാരൊക്കെ ഇനി വീടുകൾ വരും, ആളുകളുണ്ട് എന്ന് മനസ്സിലായായിരിക്കും മേടിച്ചത്. അല്ലാതെ അത് ഈ പറഞ്ഞതിനോട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവര് വീണ്ടും സപ്പോർട്ട് ചെയ്യുക, നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറയുക. സന്തോഷം, ഹാപ്പി. ഞാൻ ഇങ്ങനെ തന്നെ പോവും. പിന്നെ ഒരു ചോദ്യം എന്ന് പറയുകയാണെങ്കിൽ, എന്താണ്, ഇവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, രേണുസുതിക്ക് മക്കൾക്ക് വേണ്ടി വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിൽ ചില അഭ്യൂഹങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ വീട് കൊടുത്തതിന് ശേഷം വീട് കൊടുത്ത ആ വ്യക്തിക്ക് പിന്നെ കുറേ ഇതൊക്കെ കിട്ടി, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്തതാണെന്നുള്ള തരത്തിലും കുറേ പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു അങ്ങനെ ഓട്ടോമാറ്റിക്കലി പറയും. ഇപ്പോൾ രേണു ആണല്ലോ ഇപ്പോൾ പബ്ലിക്കിന് മുമ്പിൽ ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഇല്ലാത്ത കഥകളാണെങ്കിലും കൂടി ഉണ്ടാക്കിയ ആളുകൾ പറയും എന്നുള്ളത് സത്യം തന്നെയാണ്, അത് വാസ്തവം തന്നെയാണ്. അതിന് യാതൊരു ഇതുമില്ല. ഉള്ളതും ഇല്ലാത്തതും പറയുന്ന ആളുകൾ മിടുക്കലാണ്. പക്ഷേ രേണുവിൻ്റെ പോക്ക് എന്തോ അത്രയ്ക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. എന്തൊക്കെയൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നുന്നുണ്ട്. പല വീഡിയോസിൽ എടുത്ത് നോക്കുന്ന സമയത്ത്, പല റീൽസ് എടുത്ത് നോക്കുന്ന സമയത്ത് ആരെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ ഇതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള തരത്തിൽ അഹങ്കാരത്തിൻ്റെ ഒരു ഇതോടുകൂടി പറയുന്ന ആ ഒരു ഫീല് എനിക്ക് തോന്നി. എനിക്ക് നല്ല എല്ലാവരും ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾ യൂട്യൂബേഴ്സും ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്തവരെല്ലാം ഇപ്പോൾ നെഗറ്റീവാണ് പറയുന്നുണ്ട് എന്നാണ് വാസ്തവം. എന്തായാലും എന്താണ്, സിനിമയിൽ അഭിനയിക്കാൻ പോവുമോ എന്നൊക്കെ ചോദിക്കുന്നതിന് രേണു കുറച്ച് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഷൈൻ ടോം ചാക്കിന്റെ ഒപ്പം ഒരു സിനിമ ഭാവിയിൽ വരുവാണെങ്കിൽ നായികയായിട്ട് അഭിനയിക്കോ? എന്നെ വിളിച്ചാൽ ഞാൻ ചെയ്യും. ലഹരി ഉപയോഗിക്കുന്ന ആളായി അറിഞ്ഞുകൊണ്ട് എന്തോന്നു, എന്നെ സിനിമ വിളിച്ചാൽ ആരാണെങ്കിലും ഞാൻ അഭിനയിക്കും, നായികയായിട്ട് അഭിനയിക്കും. ഷൈൻ്റെ ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ചോ? ലഹരി ഉപയോഗിക്കുന്നവരുടെ ഇതായിട്ടും നായികയായിട്ടാണെങ്കിലും ആ ഒരു തരത്തിലാണെങ്കിലും നായികയായിട്ട് അഭിനയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഏത് തരത്തിലാണെങ്കിലും ഞാൻ അഭിനയിക്കും. നായിക എന്നാണെങ്കിൽ ഞാൻ എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കും എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ എങ്ങനെങ്കിലും വൈറലാവണം, എന്ത് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ അഭിനയിച്ചിരിക്കും. അത് എൻ്റെ ഒരു ഇതാണെന്നുള്ള രീതിയിലാണ്. അതെൻ്റെ ഒരു എന്താ പറയുക, പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയി, ഞാൻ അതുകൊണ്ട് പറയുന്നത്.
പറയുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും എന്താണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ശരി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നല്ലതായിട്ടൊരു രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അല്ലാതെ ഇങ്ങനെ എന്താണ് ഇങ്ങനെയുള്ള ജീവിതത്തിനോട് എനിക്ക് പേഴ്സണലി എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. എന്താ ചോദിച്ചാൽ ഞാൻ അത് എങ്ങനത്തേതാണ്, ലഹരി ഉപയോഗിക്കുന്ന ആളിൻ്റെ കൂടെ ആണെങ്കിലും അത് ഏത് രീതിയിലാണ്, നായിക എന്ന് കേട്ടാൽ മതി, ഞാൻ എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ഞാൻ അഭിനയിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിന് ചോദിക്കാനും പറയാനും ആരുമില്ല, അതുകൊണ്ടായിരിക്കാം ചോദിക്കാനും പറയേണ്ട ആൾ പോയി. അപ്പോൾ പിന്നെ ഇനി എന്തും ആവാം എന്നുള്ളൊരു തരത്തിലേക്കാണ് പുള്ളിക്കാരി പോയിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്കൊന്നും നമ്മളെന്ത് പറഞ്ഞാലും ഒരു ഇതും പുള്ളിക്കാരി അത് മൈൻഡ് പോലും ചെയ്യില്ല. പുള്ളിക്കാരിക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ തന്നെ പോകും എന്നുള്ളൊരു ഇതാണ്. ഇപ്പം എന്തായാലും എന്താ പറയുക, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തതിൽ കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ അവരെങ്ങനെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് വേറെ പണികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് റിയാക്ട് ചെയ്യുന്നവർ ഇതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യും. അല്ലാതെ എന്താണ് ഞങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നും ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ റിയാക്ട് ചെയ്യുന്നവർ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ കാണുന്ന സമയത്ത് പബ്ലിക്കിലും അതിലും ഇതിലൊക്കെ പോയി നിന്നിട്ട് പല രീതിയിലുള്ള വീഡിയോസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആരാണെങ്കിലും അത് റിയാക്ട് ചെയ്യും. അതിന് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടോ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയുള്ള കമൻറ്റ് ഇട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.